ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നന്ദന പുറത്തായോ? ഇന്ന് ഡബിൾ എവിക്ഷൻ ഉണ്ടാവുമോ? അതോ ട്രിപ്പിൾ, ഇന്നല്ല 2 ദിവസം കൂടി, സാറ്റർഡേ സൺഡേ കൂടി ട്രിപ്പിൾ എവിക്ഷൻ ഉണ്ടാവുമോ? ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്താണ് ഇന്ന് എവിക്ഷനിൽ നടക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ആരാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ പോകുന്നത്? ഏകദേശം എല്ലാവരും സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും പറയുന്നത് നന്ദന തന്നെയാണ് എവിക്റ്റ് ആവുന്നത്. ഇന്ന് എവിക്റ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ നന്ദന എവിക്റ്റ് ആവും. ഒരു ഡബിൾ എവിക്ഷൻ ഉണ്ടായെങ്കിൽ സായിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ എന്തായാലും നന്ദനയുടെ എവിക്ഷൻ ഉണ്ടാവും. ഒരു സിംഗിൾ എവിക്ഷൻ ആണോ ഡബിൾ എവിക്ഷൻ ആണോ എന്നുള്ള കാര്യം ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഉച്ചവരെയുള്ള ഷൂട്ടിംഗ് ആണ്. അപ്പം ആ ഒരു ഷൂട്ടിങ്ങിൽ ഒരു എവിക്ഷൻ എന്നുള്ള രീതിയിലാണ്. അത് സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവില്ല, നാളത്തെ എപ്പിസോഡിലായിരിക്കും. സോ ഇപ്പൊ ഏകദേശം നന്ദന എവിക്റ്റ് ആയി എന്നുള്ള ഒരു കൺഫർമേഷൻ വരികയാണെങ്കിൽ ഡബിൾ എവിക്ഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ടോപ്പ് 8 എന്നുള്ള രീതിയിൽ അടുത്ത വീക്കിലേക്ക് പോകും. പിന്നെ ഫിനാലയിലേക്ക് ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ ടോപ്പ് 7 എന്നുള്ള രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകാൻ പോകുന്നത്. അതിൽ മണി ബാഗ് എടുത്ത് ഒരാൾ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ബിഗ് ബോസ് ഹൗസിൽ ഇനി ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്ന് എനിക്ക് തോന്നുന്നു. സോ എന്തായാലും വോട്ടിംഗ് ശതമാനം നമുക്ക് കിട്ടിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണെങ്കിലും നമുക്ക് ഏകദേശം നമ്മൾ കണക്കാക്കുമ്പോഴും ഏറ്റവും കുറവ് വോട്ടുകളുള്ളത് നന്ദന, സായി, അതുപോലെ തന്നെ അതിലും മേലെയാണ് നോറയ്ക്കുള്ള വോട്ടുകൾ. നോറയും ഋഷിയും ഒക്കെ കമ്പാരിറ്റീവ്ലി ഈ 4 പേർക്കാണ് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ടുള്ളത്. പക്ഷെ നന്ദനയ്ക്കും സായിക്കുമാണ് വോട്ട് കുറവുള്ളതെന്നാണ് തോന്നുന്നത്. സോ എനിക്കറിയില്ല എങ്ങനെയാണ് ഇനി ഇവർ എവിക്ഷൻ നടത്താൻ പോകുന്നത്. സായിയെ ഈ വീക്ക് പുറത്താക്കാതിരിക്കാൻ ശ്രമിക്കുമോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എവിക്ഷൻ, സിംഗിൾ എവിക്ഷൻ എന്നുള്ള രീതിയിൽ നടത്തിയാൽ മതിയല്ലോ. എന്താണ് ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നന്ദന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആവും, അല്ലെങ്കിൽ എവിക്റ്റ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഏകദേശം കൺഫർമേഷൻ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ പ്രോമോ വരുമായിരിക്കും. പ്രോമോയിൽ ഇനി ലാലേട്ടൻ ടിക്കറ്റ് ഫിനാലയുടെ അഭിഷേകിനെ അഭിനന്ദിക്കുന്നതും, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. കുറെ പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ എന്തോ മാവ് ഇതാക്കി എന്നൊക്കെയുള്ള രീതിയിൽ എന്തൊക്കെയോ അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ഞാൻ ആ സംഭവം കണ്ടിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് അറിയില്ല. കമന്റുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് കണ്ടത്. പിന്നെ ആരുടെയൊക്കെ ഒരു ചെറിയ വീഡിയോസിൽ ചില ഇത് കണ്ടു, എന്താ ഇങ്ങനെ എന്തോ സംഭവം നടന്നു എന്നുള്ളത്. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കും അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നന്ദനയുടെ ആ ഒരു പുറത്താകലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നന്ദനയുടെ ഗെയിം എങ്ങനെയുണ്ടായിരുന്നു? ഒരു വൈൽഡ് കാർഡായിട്ട് കയറിയ ഒരാളാണ്. ജാസ്മിനെ ടാർഗറ്റ് ചെയ്തത്, അത് തുടക്കത്തിൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് നന്ദന ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. പലപ്പോഴും നന്ദന ജാസ്മിന്റെ ആ ഒരു സ്വഭാവത്തിനെയും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നന്ദനയിൽ നിന്നും അതേപോലുള്ള ആ ഒരു അതായത് ജാസ്മിനെ എന്തൊക്കെ കാര്യങ്ങളിൽ കുറ്റം പറഞ്ഞു, ആ ഒരു കോംബോ, ആ ഒരു സംഭവത്തിനെ പറ്റിയല്ലാണ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ഹൈജീൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നന്ദനയും അത് പ്രാവർത്തികമാക്കാൻ നന്ദനയ്ക്ക് കഴിഞ്ഞോ എന്നുള്ളൊരു കാര്യവും അവിടെ സംശയമായി നിൽക്കുന്നു. പിന്നെ എന്താണ് നന്ദനയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? അത് എവിക്ഷൻ ഒരു ഫെയർ എവിക്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതായിരിക്കും. ബൈ ഗൈസ്.